എല്ലാവർക്കും നമസ്കാരം. പയ്യന്നൂർ ടൗണിലാണുള്ളത്. പയ്യന്നൂർ കോപ്പറേറ്റീവ് സ്റ്റോറിനടുത്താണ് പച്ചവെളിച്ചം നിലവിലുള്ളത്. ഇന്നു മുതൽ 4 ദിവസത്തേക്ക് പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡ് പൊട്ടിപ്പൊളിഞ്ഞ് തകർന്ന് തരിപ്പണമായ ബസ് സ്റ്റാൻഡാണ്. അതിനെക്കുറിച്ച് പച്ചവെളിച്ചം കൃത്യമായിട്ട് വാർത്ത നൽകിയിരുന്നു. അതിലേക്ക് ആ ബസ് സ്റ്റാൻഡിന്റെ അവസ്ഥ അതിദയനീയമാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യം ഉള്ള ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അവസാനം അതിന്റെ ഒരു വർക്ക് നടത്താൻ വേണ്ടിയിട്ട് നമ്മുടെ നഗരസഭ തയ്യാറായത്. അതിന്റെ ഭാഗമായിട്ട് ടൗണ് പഴയ സ്റ്റാൻഡ് അടച്ചിട്ടു. പക്ഷേ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിന് അങ്ങനെ അടച്ചിടുന്ന സമയത്ത് അവർ കൈക്കൊള്ളേണ്ട ചില നടപടികളുണ്ട്. ഇന്ന് രാവിലെ മുതൽ പയ്യന്നൂർ ടൗണിൽ ഗതാഗതക്കുരുക്കാണ്. നിങ്ങൾ കാണുക, ഇത് ഗതാഗതക്കുരുക്കാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഈ ബസ്സുകളെ, ഇവിടെ പഴയ സ്റ്റാൻഡിലേക്ക് വരുന്ന ബസ്സുകളെ കൈകാര്യം ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചൊരു ധാരണ ഇവർക്കൊക്കെ വേണം. ടൗൺ മുഴുവനായിട്ട് വളരെയധികം പ്രയാസത്തിലാണ് ഉള്ളത്. എന്താണ് ഇത് അടച്ചിടുന്നു എന്ന് മാത്രം ഉള്ള ഒരു നിർദ്ദേശം കൊടുക്കുക. പോലീസിന്റെ പൊടി പോലും ഇല്ല. അവിടെ ഒരു ഹോം ഗാർഡ് അവിടെയുണ്ട്. അദ്ദേഹം സാധാരണഗതിയിൽ അവിടെയുള്ളതാണ്. ഇതെന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുള്ള പ്ലാനിങ്ങും ഇല്ലാതെ ഈ ഒരു ബസ് സ്റ്റാൻഡ് അടച്ചു കഴിഞ്ഞാല് ഇവിടത്തേക്ക് ബസ്സിനെ കയറ്റി വിടുന്ന സമയത്ത് അതൊരു വൺ വേ ആക്കുക. ഒന്നുകിൽ വൺ വേ ആക്കുക, അല്ലെങ്കിൽ ഇതിന് വൺ വേ ആക്കിയാൽ ഇത് നടക്കൂ. രണ്ടു ഭാഗത്തും പൊതുവെ ഇടുങ്ങിയ ടൗണാണ്. നമുക്കറിയാം, നമ്മളെ പെരുമ്പ പുതിയ സ്റ്റാൻഡ്, നമ്മളെ പുതിയ സ്റ്റാൻഡ് എന്ന് പറയുന്നത് നഗരസഭ മുതൽ നമ്മുടെ VKM ജംഗ്ഷൻ വരെ റോഡ് പൊതുവെ ഇടുങ്ങിയതാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അവിടെയാണ് ഈ ഒരു പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് ഇരുഭാഗത്തും വാഹനമൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമില്ല. പുതിയ ഒരു നിലവിലുള്ള പലതും പഴയ കെട്ടിടമാണ്. പുതിയ കെട്ടിടത്തിന് പാർക്കിംഗ് സൗകര്യങ്ങളില്ല. അവർക്ക് എന്ന് പറഞ്ഞാൽ പൈസ ഉണ്ടെങ്കിൽ എന്തും ചെയ്യാവുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെയുള്ള മൊത്തത്തിൽ അലങ്കോലമാണ് പയ്യന്നൂരിലെ ടൗണ്. അതിനെ കൂടുതൽ പൊതുവെ ദുർബല, കൂടാതെ ഗർഭിണി എന്ന് പറഞ്ഞതുപോലെ പയ്യന്നൂർ ടൗണിനെ വല്ലാത്ത രീതിയിൽ വീർപ്പ് മുട്ടിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ പുതിയ ബസ് സ്റ്റാൻഡ്, പഴയ സ്റ്റാൻഡ് അടച്ചതുമായി ബന്ധപ്പെട്ടിട്ട് ഇവിടെ ഉണ്ടായ സാഹചര്യം. ഇതൊന്നും കൃത്യമായ ഒരു പ്ലാനിങ്ങോടുകൂടി ഒരു കാര്യങ്ങൾ ചെയ്യാൻ ആവശ്യമായ ബുദ്ധിയോ അതുപോലെ തന്നെ വിവേകമോ മാനസിക നിലയോ ഒന്നും ഇല്ലാത്തവരാണ് നമ്മുടെ അധികാരികൾ എന്നത് പറയാതിരിക്കാൻ വേണ്ടി കഴിയില്ല. ഇത് നിത്യ കാഴ്ചയാണ്. പൊതുവെ ബ്ലോക്കാണ്. അത് എന്ത് ചെയ്യും, വൈകുന്നേരങ്ങളിലൊക്കെ വലിയ ബ്ലോക്ക് പൊതുവെ ഉണ്ടാവാറുണ്ട്. എന്നാൽ ഈ പഴയ സ്റ്റാൻഡ് അടച്ചതുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പൊ പയ്യന്നൂർ ടൗണില് രാവിലെ മുതൽ വലിയ ബ്ലോക്കാണ്, വലിയ പ്രയാസമാണ്. നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ പൊതുവെ നല്ല ചൂടാണ്. ഈ ചൂട് സമയത്ത് ഈ ബ്ലോക്കിലൊക്കെ അധിക സമയം ഇങ്ങനെ കാത്തുകെട്ടിക്കിടക്കേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ പൊതുഗതാഗതം, കാറിലൊക്കെ എയർ കണ്ടീഷൻ ഉള്ളവർക്ക് പറ്റും. പൊതുഗതാഗതം ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്നവർക്ക് വലിയ പ്രയാസമാണ് ഈ ബ്ലോക്കിൽ കുടുങ്ങിയതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാകുന്നത്. ഈ വിഷയം അതിനുശേഷം നിർമ്മാണം നടത്തുന്നുണ്ട് പഴയ സ്റ്റാൻഡ്. ആ പഴയ സ്റ്റാൻഡിന്റെ പ്രവൃത്തി ശ്രദ്ധിക്കാൻ എത്രത്തോളം ആളുകൾ തയ്യാറാവുന്നുണ്ട് എന്നതും നമ്മൾ കാണാതിരിക്കാൻ വേണ്ടി പാടില്ല എന്ന വിഷയവും ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ എന്തൊരു പ്രവൃത്തി എടുക്കുന്ന സമയത്തും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ അതെങ്ങനെ കൈകാര്യം ചെയ്യാം എന്നത് ഇവരൊക്കെ എന്നാണ് പഠിക്കുക എന്നതാണ് പച്ചവെളിച്ചത്തിന് അറിയാനുള്ളത്. ഈ വിഷയം വളരെ ഗൗരവത്തോടു കൂടി കാണാൻ വേണ്ടിയിട്ട് ബന്ധപ്പെട്ട ബ്ലോക്കാന്നല്ല എന്താ പറയാനുണ്ടാ, എന്നാ ലൈവാന്ന് പറഞ്ഞോ, എന്താ ബ്ലോക്ക്, റോഡ് കംപ്ലീറ്റ് ബ്ലോക്കാന്ന്. ഇതെന്ന് പറഞ്ഞാൽ ഒരു ക്രമീകരണം നടത്തിയിട്ടില്ല. ഒരു ഭാഗം സ്ഥാപിച്ചിട്ട് സംവിധാനം ചെയ്യണം. ഇടയിൽ ജനങ്ങൾ വലിയ പ്രയാസത്തിലാണ്. ഇത് ഒരു വൺ വേ ആക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ചെങ്കിലും തിരക്ക് കുറയും. വലിയ ബുദ്ധിമുട്ടല്ലേ ജനങ്ങൾ അനുഭവിക്കുന്നത്. അതാണ് പറയുന്നത്, അതാണ് വിഷയം. ആയിക്കോട്ടെ, ഇതാണ് ആൾക്കാരുടെ പ്രതികരണം. കാരണം എന്താ വെച്ചാൽ ആൾക്കാർ പ്രതികരിക്കാൻ പലപ്പോഴും ആളുകൾ തയ്യാറാവില്ല. കാരണം എന്ന് പറഞ്ഞാൽ പച്ചവെളിച്ചം ഇങ്ങനെ പറയട്ടെ, പ്രതികരിക്കുക, ബാക്കിയുള്ളവരും ഗാലറിയിൽ എന്ന നിലയാണ്. പക്ഷെ പച്ചവെളിച്ചം പറയേണ്ടത് ആരും പറഞ്ഞു തരുമൊന്നും വേണ്ട. അത് പറയാനുള്ള തന്റെ ഇടവും അതുപോലെ തന്നെ പറയാനുള്ള അധികാരവും എന്താണ് ഒരു മാധ്യമ പ്രവർത്തകന്റെ അധികാരം എന്നുള്ളത് വ്യക്തമായ ധാരണ പച്ചവെളിച്ചത്തിനുണ്ട്. അതുകൊണ്ട് നമ്മുടെ ടൗണില് ഇവിടെയൊക്കെ ഒരു ചെറിയ റോഡ്, 4 കൂട്ട റോഡ്, ഗാന്ധി പാർക്കാന്നിപ്പുറം, അതുപോലെ തന്നെ അപ്പുറത്തെ ഒരു ജംഗ്ഷനാണ്. ആ സ്ഥലത്ത് പോലീസിനെ നിശ്ചയിക്കുക. ഇവിടെ പോലീസിന് കൺട്രോൾ റൂമുണ്ട്, ഒരുപാട് പോലീസുകാരുണ്ട്. ഇവരൊക്കെ അവിടെയൊക്കെ നിയോഗിക്കാൻ വേണ്ടി തയ്യാറാവണം. ട്രാഫിക് കമ്മിറ്റി എന്ന് പറയുന്ന ഒരു വസ്തുവിന് കൊള്ളാത്ത കമ്മിറ്റി പയ്യന്നൂര് ഉണ്ട്. അവിടെ എന്ന് പറഞ്ഞാൽ അവർ തീരുമാനിക്കുന്ന ഒരു തീരുമാനം നടപ്പിലാക്കാൻ വേണ്ടി ഈ ട്രാഫിക് കമ്മിറ്റിക്ക് സാധിക്കാറില്ല എന്നതും
നമ്മൾ കാണാതിരിക്കാൻ വേണ്ടി ഇപ്പോൾ പച്ചവെളിച്ചമൊക്കെ ട്രാഫിക് കമ്മിറ്റിയിൽ പിന്നെ ആദ്യകാലങ്ങളിൽ പോകാറുണ്ടായിരുന്നു. പിന്നെ അവിടെ പോയിട്ട് കൃത്യമായി ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. പരസ്പരം പുറംചൊറിയുന്ന ഒരു നടപടിയായിരുന്നില്ല പച്ചവെളിച്ചത്തിലെ കാര്യങ്ങൾ മുഖം നോക്കാതെ അവിടെ ട്രാഫിക് കമ്മിറ്റിയിലൊക്കെ പോയി പച്ചവെളിച്ചം പറയാൻ വേണ്ടി തയ്യാറായിരുന്നു. എന്നാൽ പിന്നെ അതൊന്നും പിന്നെ ഇപ്പം വിളിക്കാറുമില്ല. പച്ചവെളിച്ചത്തിനൊന്നും ട്രാഫിക് കമ്മിറ്റിയിലേക്ക് വിളിക്കാറുമില്ല. കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ മുഖസ്തുതി പറയാനല്ല നമ്മൾ മീറ്റിംഗിൽ പങ്കെടുക്കുന്നത് എന്ന കാര്യവും പച്ചവെളിച്ചത്തിന് അറിയുന്നവർക്കറിയാം. അതുകൊണ്ട് നിങ്ങളിത് കാണുക, ഈ ജനങ്ങളുടെ ഈ ബുദ്ധിമുട്ട്. ഇവിടെ ആ ജംഗ്ഷനിലൊക്കെ പോലീസുകാരനെയൊക്കെ നിയോഗിച്ചിരുന്നുവെങ്കിൽ വലിയ കുറച്ചെങ്കിലും വാഹനങ്ങൾ കുറച്ചും കൂടെ പിന്നെ സ്മൂത്തായിട്ട് പോകുമായിരുന്നു. ഈ നാളെ മുതൽ ഈ ദുരിതം അവസാനിപ്പിക്കാൻ വേണ്ടി ബന്ധപ്പെട്ടവർ തയ്യാറാവണം. ഒരൊറ്റ പോലീസുകാരനെ ഇവിടെ മഷീട്ട് നോക്കിയാൽ പോലും കാണാനില്ല. പോലീസ് സ്റ്റേഷൻ കുറച്ച് അപ്പുറമുണ്ട്. ഈ പിന്നെ നഗരസഭയാണ്, കാരണം പോലീസുകാർക്ക് കൂടെ അതൊക്കെ ചെയ്യണമെന്ന് ഇവരെ പറഞ്ഞിട്ടൊന്നും അറിയില്ല. ഈ നഗരസഭ എന്ന് പറഞ്ഞാൽ എന്തിനാണ് ഈ ഇങ്ങനെയുള്ള ഒരു ഭരണ സംവിധാനം നമ്മുടെ നാട്ടില് എന്നതാണ് ജനങ്ങൾ ചോദിക്കുന്നത്. അത് ചോദിക്കാതിരിക്കാൻ വേണ്ടി സാധിക്കില്ല. അതുപോലെ തന്നെ ഇതൊക്കെ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ട് ഒരു വർക്കാട നടന്നു കഴിഞ്ഞാൽ അത് കാര്യക്ഷമതയോട് കൂടിയിട്ട് അതൊക്കെ നടക്കുമോ എന്ന സന്ദേഹമുണ്ട്. ബൈപ്പാസ് റോഡിന്റെ അവസ്ഥയൊക്കെ നമ്മൾക്കറിയാം. കാരണം നിരന്തരമായിട്ട് പച്ചവെളിച്ചം അടക്കമുള്ള മാധ്യമങ്ങൾ വാർത്ത നൽകിയിട്ടാണ് ബൈപ്പാസ് റോഡിന്റെ പ്രവൃത്തി നടത്തിയത്. അതിന്റെ അടിസ്ഥാനം ഇപ്പോൾ ബൈപ്പാസ് റോഡിന്റെ ഒക്കെ അവസ്ഥ പലതും പൊട്ടിപ്പൊളിഞ്ഞ് വരുന്ന നമ്മുടെ പൊതുപണം ഇങ്ങനെ പോവുക. പ്രതികരണശേഷി ഇല്ലാത്ത ജനങ്ങളാണ് നമ്മുടെ നാട്ടിലുള്ളത്. അതുകൊണ്ട് പച്ചവെളിച്ചം ഒറ്റയ്ക്ക് ഇങ്ങനെ കുറക്കും എന്നല്ലാതെ ഇവിടെ പിന്നെ അതിനെ പിന്തുണക്കാൻ പോലും, ശരിയായ അർത്ഥത്തിൽ പിന്തുണക്കാൻ പോലും ബന്ധപ്പെട്ട ഇവിടുത്തെ പൊതുസമൂഹം പലപ്പോഴും തയ്യാറാവുന്നില്ല, സംഘടനകൾ തയ്യാറാവുന്നില്ല എന്നതും വളരെയധികം ലജ്ജാകരമാണ് എന്നതും പറയാതിരിക്കാൻ വേണ്ടി കഴിയില്ല. അതുകൊണ്ട് നാളെ മുതലെങ്കിലും ഇതിനൊക്കെ പിന്നെ ആടോ ട്രാഫിക് ഇതുണ്ട്, അത് അവിടെ പ്രവർത്തിക്കുന്ന ചില സമയത്ത് അത് പ്രവർത്തിക്കില്ല, ഇപ്പം പ്രവർത്തിക്കുന്നുണ്ട്. നാളെ മുതലെങ്കിലും ഈ റോഡിൽ കൃത്യമായിട്ട് ഒരു നിയന്ത്രണം വരുത്താൻ വേണ്ടി തയ്യാറാണ്. ഒന്നുകിൽ ഇത് വൺ വേ ആക്കണം, അല്ലെങ്കിൽ ഇവിടെ പോലീസിനെ പല കേന്ദ്രങ്ങളിൽ നിർത്തിയിട്ട് ഇത് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ജനങ്ങളെ ബുദ്ധിമുട്ടില്ലാതെ ഇവിടെ യാത്ര ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കണം എന്നാണ് പച്ചവെളിച്ചത്തിന് പറയാനുള്ളത്. അതുകൊണ്ട് പച്ചവെളിച്ച തൽക്കാലം ലൈവ് നിർത്തുന്നു. പച്ചവെളിച്ചത്തിന് വേണ്ടി രാജീവൻ പച്ച.